ചുന്ദരിയ ചുന്ദരിയ, നേരം വെളുത്തു. പെണ്ണിനെ നീക്കണമെന്ന് ചിന്തമില്ല. ഡി ഏയ്, നീക്കണ്ടേ ചുന്ദരിയ? അന്നോടാ നീക്കാൻ പറഞ്ഞത് അല്ലേ? ഇപ്പം ചട്ടകം കൊണ്ടുവന്ന് എൻ്റെ ചന്തിക്ക് വെക്കും അല്ലേ? വേഗം നീച്ചോ. രാവിലെ തുടങ്ങി അമ്മയുടെ ചൊറിച്ചിൽ. അമ്മേ, ഞാൻ കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ. നിനക്ക് ഉറക്കം വരുമ്മ? ഞാൻ ഒന്നുകൂടെ പുതപ്പെടുത്ത് എൻ്റെ തലയിലൂടെ മൂടി ചുരുട്ടിക്കൂട്ടി. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? വേഗം നീക്ക്. ഈ പഠിപ്പ് പഠിച്ചാൽ ശരിയാവൂല. വേറെ വീട്ടിൽ പോവാനുള്ള പെണ്ണാ. ഓരെന്നെയാ പറയാ? അവരെൻ്റെ പുതപ്പെടുത്ത് മാറ്റിക്കളഞ്ഞു. പുതപ്പ് എന്ന് പറയാനൊന്നും പറ്റില്ല. അമ്മയുടെ ഒരു പഴയ സാരിയാണ് ഞാൻ പുതച്ചത്. അമ്മയുടെ വലിയിൽ മുട്ടിനു മുകളിലുള്ള കുഞ്ഞിപ്പാവാട ഒന്നുകൂടെ മുകളിലേക്ക് കയറി എൻ്റെ കാലുകളിൽ ഒന്നടുപ്പിച്ചിട്ടും ഞാൻ ഒന്നുകൂടെ ചുളിപ്പിച്ച് കിടന്നു. അച്ഛയും ഏട്ടന്മാരും എല്ലാ വർഷവും ശബരിമലയിൽ പോവും. അപ്പോൾ കൊണ്ടുവരുന്ന പുതപ്പെല്ലാം അമ്മയുടെ ഇരുമ്പ് പെട്ടിയിൽ ഭദ്രമാണ്. അതൊക്കെ ആരേലും വരുമ്പോൾ പുതക്കാൻ കൊടുക്കും. പിന്നെ അച്ഛനോടും ഏട്ടന്മാർക്കും അമ്മയ്ക്കും പടികട്ടിലുണ്ട്. എനിക്ക് അമ്മയ്ക്കും അമ്മ പഴയ തുണികൾ വിരിച്ചുണ്ടാക്കിയ കോസടിയാണ്. ഞാൻ അമ്മയോടൊപ്പമാണ് നിലത്താണ് കിടക്കാറ്. അമ്മയുടെ കൂടെ കിടക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. ഒന്നുകൂടെ ഉറങ്ങാനായി കണ്ണടച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മയുടെ കൈ എൻ്റെ കാൽവണ്ണയിൽ പതിഞ്ഞിരുന്നു. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആകെ ഇരുട്ടാണ്. എവിടെയാ നേരം വെളുത്തത്? ഇവരെന്നെ എന്തിനാണ് ഇങ്ങനെ സ്വൈര്യം കെടുത്തുന്നത്? ഞാൻ അത്രയും വലുതായിട്ടില്ലല്ലോ. 11 വയസ്സേ ആയുള്ളൂ എനിക്ക്. കൂട്ടുകാരൊക്കെ നീക്കുന്നത് 7ഉം 8ഉം മണിക്കാണ്. അവർ പറയും 3 ഏട്ടന്മാരുടെ കുഞ്ഞു പെങ്ങളായ നിന്റെ ഒരു ഭാഗ്യമാണ്. ആ പിന്നെ ഇതാണ് എൻ്റെ അമ്മ സാരദ, അച്ഛൻ ഗോവിന്ദൻ. ഇവിടെ അടുത്ത് ഒരു കൊപ്ര കളമുണ്ട്. അവിടെ തേങ്ങ പൊളിക്കാൻ പോവും. കിട്ടുന്ന കാശിന് മൂക്കറ്റം കുടിച്ചിട്ടാണ് വരിക. 3 ഏട്ടന്മാരും അവർ പഠിക്കുന്നു. വലിയേട്ടൻ +2-ലാണ്. പേര് സുനിൽ. അടുത്തത് രാജു, ചെറുത് ഗോപു. അവർ 2 പേരും 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അമ്മയുടെ അമ്മയും ഉണ്ട്, കാർത്തിയാനി അമ്മ. ആരും ഉണ്ടായിട്ടും കാര്യമില്ല. എല്ലാവർക്കും എന്നെ ഇഷ്ടമില്ല. ആ കുഞ്ഞു മനസ്സിൽ പല പല ചിന്തകളും മിന്നി മറഞ്ഞു. അവൾ ആരോടൊക്കെയോ ഉള്ള ദേഷ്യം ഉമ്മിക്കരിയുടെ അടുത്ത് പല്ല് തേക്കുന്നതിനിടയിൽ തീർത്തു. പെട്ടെന്ന് പ്രഭാത കൃത്യങ്ങൾ നടത്തി അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഒരടുപ്പത്ത് അമ്മ ചോറിനുള്ള വെള്ളം കലത്തിൽ വെച്ചിട്ടുണ്ട്. മറ്റേ അടുപ്പത്ത് ചായക്കുള്ളത് തിളക്കുന്നു. അതിലേക്ക് അല്പം കാപ്പിപ്പൊടി ചേർത്ത് അടുപ്പിൽ നിന്നും താഴേക്ക് ഇറക്കി വെച്ചു. അച്ഛന് തിളച്ച കാപ്പി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് സന്തോഷം. പക്ഷേ ആ ഗ്ലാസ് പിടിക്കാൻ അവൾക്ക് പറ്റില്ലല്ലോ. എന്തായാലും പാകത്തിന് മധുരം ചേർത്ത് ആറ്റി തണുപ്പിച്ച് ചായ അമ്മൂമ്മയ്ക്കും ചൂടുള്ളത് അച്ഛനും കൊണ്ടുകൊടുത്തു. അതിനുശേഷം അമ്മ എടുത്തു വെച്ച ചപ്പാത്തി മാവിലേക്ക് കലത്തിൽ നിന്നും തിളക്കുന്ന വെള്ളം കപ്പ് കൊണ്ട് മുക്കിയെടുത്തു. പാകത്തിന് ഉപ്പും ചേർത്ത് ഒഴിച്ച് മാവ് കുഴച്ചെടുത്തു. ചൂട് കാരണം കൈവെള്ള ചുവന്നിരുന്നു. അമ്മ ഉള്ള അടക്കത്തോട് മുഴുവൻ വാരി നിറച്ച കാരണം അടുപ്പ് പുകഞ്ഞിട്ട് കണ്ണുകളിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന വെള്ളം കുഞ്ഞിപ്പാവാടയിൽ ഇടയ്ക്ക് തുടച്ചു കൊണ്ടിരുന്നു. അപ്പോഴേക്കും കലത്തിലെ വെള്ളം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. അതിലേക്ക് റേഷനരി കഴുകിയിടാനായി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് 3-4 തവണ കഴുകി. എന്നാലും അതിൻ്റെ മണം പോവില്ല. കല്ലരച്ച് കേകിയപ്പോൾ പാത്രം ഇടയ്ക്കിടയ്ക്ക് അമ്മിത്തണ്ടിൻ്റെ മുകളിലേക്ക് വെക്കും. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അരി കലത്തിലേക്ക് വാരിയിടുമ്പോൾ മുഖത്തേക്ക് ചൂടുള്ള വെള്ളത്തുള്ളി തെറിച്ചു വീണ് അവളെ നോവിച്ചു. കുഴച്ചു വെച്ച മാവിന് ചെറിയ ഉരുളകൾ ഉണ്ടാക്കി നനയാത്ത ചപ്പാത്തി മാവ് പലകയിൽ വിതറി ഓടക്കുഴൽ ഉപയോഗിച്ച് പരത്തിയെടുക്കാനുള്ള 11 വയസ്സുകാരിയുടെ ശ്രമം പലപ്പോഴും ത്രികോണങ്ങളും ഇന്ത്യയുടെ ഭൂപടങ്ങളുമെല്ലാം ആയി അമീബ പോലെയും പല രൂപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പരത്തി വെച്ചവ ചുട്ടെടുക്കാൻ അമ്മ വിളക്ക് ഉയരത്തിലേക്ക് വെച്ച ശേഷം ചപ്പാത്തിക്കല്ല് ചൂടായപ്പോൾ പരത്തി ചപ്പാത്തി രൂപങ്ങൾ കണ്ട് അമ്മയ്ക്ക് പിരാന്ത് പിടിച്ചു. അമ്മയുടെ സകാരം കേൾക്കേണ്ടി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൾ വേഗം മുറ്റമടിക്കാനായി
പട്ടച്ചൂലെടുത്ത് പിൻവശത്തേക്ക് നടന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവളുടെ അമ്മ അത്ര വലിയ ദുഷ്ടയൊന്നുമല്ല. ആ 11 വയസ്സുകാരി ദീനക്കാരിയായ ആ അമ്മ ജീവനാണ്. അമ്മയുടെ കഷ്ടപ്പാടുകൾ അവൾക്ക് നന്നായി അറിയാം. പക്ഷേ അവളോടും ആൺമക്കളോടുമുള്ള പെരുമാറ്റം വേർതിരിവും അവൾക്ക് ദുസ്സാഹമായിരുന്നു. മുറ്റം നിറഞ്ഞ കവിഞ്ഞ ഇലകളും തെങ്ങിൻ പൂക്കളും ആ ചൂലും ആ പ്രായക്കാരി താങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുറ്റം തൂത്തുവാരി കഴിഞ്ഞ് തെങ്ങിൻ ചോട്ടിൽ അമ്മ കൊണ്ടുവച്ചിട്ടു പോയ പിഞ്ഞാണങ്ങളും ചിരട്ടക്കൈലും മൺകലങ്ങളും ചകിരി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി. അതിനുശേഷം കിണറ്റിൽ നിന്നും വെള്ളം കോരി തടുക്കുകൊണ്ട് മറച്ച കുളിമുറിയിലെ സിമന്റ് തൊട്ടിയിൽ നിറച്ച് അച്ഛനും ഏട്ടന്മാർക്കും കുളിക്കാനുള്ളതായിരുന്നു അത്. കുളിക്കാൻ പോകുന്നതിന് മുൻപ് അമ്മൂമ്മയുടെ തുപ്പൽ കൊളാമ്പിയും കഴുകി മിനുക്കി. എന്നിട്ട് അടുത്ത വീട്ടിലെ വിച്ചാളെ വിളിച്ചു. വിച്ചാളയ്ക്ക് കുളിക്കാൻ പോവാൻ ആയോ ചോദിച്ചു. ആ, ഇപ്പം വരാട്ടോ ചുന്ദരിയെ. മാറ്റിയിടാനുള്ള ഉടുപ്പും ആ വീട്ടിൽ എല്ലാവരുടെയും അലക്കാനുള്ള തുണികളും മാറാപ്പാക്കി കെട്ടി. തേച്ച് തീരാറായ ലൈഫ് ബോയ് സോപ്പും ഒരു ചെറിയ കഷ്ണം പനാമ അലക്കു സോപ്പും കുറച്ച് ചകിരിയും എടുത്ത് അവൾ വീടിൻ്റെ പടികൾ ഇറങ്ങി വിച്ചാളുടെ വീട്ടിലേക്ക് നടന്നു. കുട്ടിയെ, ഈ എന്തേലും കഴിച്ചോ? അമ്മൂമ്മ തിരക്കി. ശ്രദ്ധയോടെ പോവണട്ടോ. കുളിക്കടവിൽ നല്ല വഴുക്കുണ്ടാവും, ദൂരേക്കു ആഴമുണ്ടാവും, നീന്തരുതിട്ടോ. ഹാവോ, ഈ വീട്ടിൽ അമ്മൂമ്മയ്ക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടല്ലോ. അമ്മൂമ്മ കുട്ടിയെ, ഞാൻ വന്നിട്ട് തിന്നോളാം ട്ടോ. കുളിക്കാൻ പോരുന്നോ ഇത്തണുപ്പത്തോ? സ്കൂളില്ലാത്തുമ്പോൾ എന്നെ കൊണ്ടുപോയാൽ മതി. ഈ തലയിൽ എണ്ണ തേച്ചോ? ഇല്ല അമ്മൂമ്മേ, മറന്നു. എണ്ണ തേക്കാഞ്ഞ മുടിയൊക്കെ കൊഴിഞ്ഞു പോവും. പിന്നെ പെണ്ണ് കാണാൻ വരുന്നവർക്ക് പറ്റില്ല. പനങ്കുല പോലെ മുടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. അമ്മയുടെ സ്വരം എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. അറുക്കാനുള്ള കോഴിയെപ്പോലെയാണ് ഞാനും എന്ന് എനിക്ക് തോന്നി. അമ്മേ, ഇപ്പം എന്നെ കെട്ടിക്കാനായോ ഈ 11-ാം വയസ്സിൽ? കെട്ടാനാവുമ്പോൾ ഒരു പലങ്കുല അങ്ങോട്ട് വാങ്ങാം. ഇതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ അവൾ നടന്നകന്നു. കാത്തു നിൽക്കുന്ന വിച്ചാളുവിനൊപ്പം അവളും കോത്തുപാറ കടവിലേക്ക് ഇറങ്ങി. ഈ കടവിന് ഒരു ഐതിഹ്യമുണ്ട്. ഇത് മലക്കുകൾ ഉണ്ടാക്കിയതാണ് എന്നും ഒരു ദിവസം നേരം പുലരുമ്പോഴേക്കും താനെ ഉണ്ടായതാണെന്നും പറയപ്പെടുന്നു. താളിക്കുഴികൾ വരെയുള്ള മനോഹരമായ ഈ കടവ് ഈ നാടിൻ്റെ അഭിമാനം തന്നെയാണ്. വിച്ചാളുവിന് അലക്കാൻ ഒന്നുമില്ലായിരുന്നു. അവൾക്ക് വീട്ടിൽ ഒരു പണിയുമില്ല. അവളുടെ കുഞ്ഞാക്ക പെണ്ണ് കെട്ടിക്കൊണ്ടുവന്ന ഇത്താത്തയാണ് ആ വീട്ടിൽ എല്ലാ പണിയും ചെയ്തിരുന്നത്. ആ വീട്ടിൽ അവർക്ക് ഒരു വേലക്കാരിയുടെ സ്ഥാനമുള്ളത്. നീരാട്ടും അലക്കവും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ പാടെ തുണികൾ ചേറ്റുപടിയിലേക്ക് വെച്ച് സിമന്റ് കൊണ്ട് കോലായിൽ ബെഞ്ച് പോലെ ഉയർത്തിയ ഇരിക്കുവാനുള്ള അടുക്കളയിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അമ്മേ, വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. ചപ്പാത്തി എവിടെ? അത് ഏട്ടന്മാരും അച്ഛനും കൊടുത്തു. നീ ഉറിയിൽ മീൻ മുളകിട്ടതും പഴഞ്ചോറുമുണ്ട്, അതെടുത്ത് തിന്ന് വേഗം പോവാൻ നോക്ക്. നേരം വൈകി. അമ്മ, ഇക്ക് പഴയത് വേണ്ട, അത് ഏട്ടന്മാർക്ക് കൊടുത്താൻ പോരെ? ഒരു ചപ്പാത്തി എങ്കിലും എടുത്തു വെച്ചൂടെ അമ്മയ്ക്ക്? അവൾ മനസ്സില്ലാ മനസ്സോടെ അല്പം ചോറെടുത്തു കഴിച്ചു. സ്കൂളിലേക്ക് ഓടി. പോകുന്ന വഴിയിൽ അവളെ കാത്ത് വിച്ചാളുവും പൂവിയും ഉണ്ടായിരുന്നു. അവിടെ പറമ്പിൽ കാണുന്ന മൈനയുടെ ഇണയും നോക്കിയും പൂമ്പാറ്റകളുടെ ഭംഗി ആസ്വദിച്ചും അവർ പരസ്പരം കഥകൾ കൈമാറിയും നടന്ന നേരം വൈകിയതറിഞ്ഞില്ല. അവർ കുന്നിൻ മുകളിലെ സ്കൂളിലെത്തുമ്പോൾ ബെല്ലടിച്ചിരുന്നു. അന്ന് ക്ലാസ് അടിച്ചു വാരുന്നത് സിന്ദൂരിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് മലയാള ടീച്ചർ രാധാമണിയമ്മ ആ പിരീഡ് അവളെ പുറത്ത് വരാന്തയിൽ നിർത്തി. അപ്പോഴും അവൾ നിറയെ പൂത്തു നിൽക്കുന്ന ചെമ്പരത്തിയിൽ തേൻ കുടിക്കാൻ എത്തുന്ന കുരുവിയെയും പൂമ്പാറ്റകളെയും എണ്ണം കണ്ടുപിടിക്കുകയായിരുന്നു. മലയാളം പിരീഡ് കഴിഞ്ഞതും ക്ലാസ്സിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു സിന്ദൂരി. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ എല്ലാവർക്കും അവളെ വലിയ കാര്യമാണ്. അങ്ങനെ അടുത്ത 3 പീരീഡ്സും
കഴിഞ്ഞാൽ ഉച്ചക്ക് കുടിക്കാനുള്ള ഓട്ടമാണ്. വേഗം പോയി ക്യൂ നിൽക്കും. പയറും കഞ്ഞിയും അന്ന് അവിടെ നിന്ന് കിട്ടിയിരുന്നു. അത് വലിയൊരു ആശ്വാസമാണ്. ഉച്ചക്ക് ഗ്രൗണ്ടിൽ പോയി കളിക്കുമ്പോൾ കഴിച്ചു കഞ്ഞി എവിടെയോ പോയിട്ടുണ്ടാവും. പിന്നീട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല. എങ്ങനെയെങ്കിലും വൈകുന്നേരമാക്കും. ക്ലാസ് വിട്ടാൽ വീണ്ടും ഓട്ടമാണ്. കാത്തിരിക്കാൻ പൂവിനും വിച്ചാളും എന്നും കൂടെ ഉണ്ടാവും. അമ്മൂമ്മ പെൻഷൻ കിട്ടിയാൽ 1-2 ഉറുപ്പിക കൊടുക്കും. അതുകൊണ്ട് കടിച്ചാപ്പറച്ചിയും പുളിയച്ചാറും ഉപ്പിലിട്ട നെല്ലിക്കയും ഇടയ്ക്ക് വാങ്ങി കഴിക്കും. മൂവാണ്ടൻ മാവിലേക്ക് കല്ലെറിഞ്ഞ് കിട്ടുന്ന മാങ്ങയും ചീനിക്കയും പറങ്കി മാങ്ങയും വിശപ്പിൽ വിളി അല്പം അയവുരത്താൻ സഹായിച്ചു. വീട്ടിലെത്തിയപ്പോൾ അവിടം വല്ലാത്തൊരു നിശബ്ദത നിറഞ്ഞു നിന്നു. ഓടിക്കിതച്ച് അമ്മയെ തിരഞ്ഞപ്പോൾ അടുക്കളയുടെ ഒരു മൂലയിൽ അമ്മ ഇരിക്കുന്നത് കണ്ട് അവിടെയൊക്കെ ചോറ് വാരി വിതറിയ പോലെ കിടക്കുന്നു. "അമ്മേ, എന്താ ഇത്?" മറുപടി പറഞ്ഞത് അമ്മൂമ്മയായിരുന്നു. "അൻ്റെ അച്ഛന് ചോറിൽ നിന്നും മുടി കിട്ടി. അതിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കിടക്കുന്നത്." അമ്മയുടെ ഇടത് കവിളിൽ അച്ഛൻ്റെ വിരൽപ്പാടുകൾ കണ്ടതും അവൾക്ക് സങ്കടമായി. ദീനം കാരണം മെലിഞ്ഞുണങ്ങിയ അമ്മയെ അച്ഛൻ എന്നും മടിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിരിക്കും. ഇന്ന് മുടി കിട്ടിയതാണെങ്കിൽ നാളെ ഉപ്പ് കൂടി, എരിവ് കുറഞ്ഞു, കൂടി, അങ്ങനെ പോകുന്ന ഒന്നുമില്ലെങ്കിലും അമ്മൂമ്മ മുറ്റത്ത് വെറ്റില മുറുക്കി തുപ്പിയെന്നോ അച്ഛന് കള്ളു കുടിക്കാൻ കാശു കൊടുത്തില്ലേലും അടി ഉറപ്പാണ്. എന്തൊക്കെയാണേലും അവളെ ചീത്ത പറയാനോ അടിക്കാറോ ഇല്ല. മാത്രമല്ല, പോയി വരുമ്പോൾ മിഠായിയും കൊണ്ടുവരും. മദ്യത്തിന് മണമുള്ള മിഠായി. അവൾക്ക് വെറുപ്പാണ്. ഏട്ടന്മാർക്ക് ഇത് കാണുമ്പോൾ അസൂയയാണ്. അവൾക്ക് കിട്ടിയത് അവർക്ക് വീതിച്ചു നൽകുമായിരുന്നു. വല്യേട്ടൻ ടിവിയിൽ സിനിമയും കാണാൻ പോകുമ്പോൾ അവളെയും വിളിക്കാറുണ്ട്. പക്ഷേ അച്ഛൻ അവരുടെ കൂടെ അവളെ വിടില്ലായിരുന്നു. അവർ എവിടെ പോയാലും ആർക്കും ഒരു കുഴപ്പവുമില്ല. ഇവളെ എവിടെയും വിടില്ലായിരുന്നു. എങ്കിലും സ്കൂൾ വിട്ടു വന്നാൽ ആടുകളെ മേയ്ക്കാൻ തടായിലേക്ക് പോകും. അവിടെ അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഉണ്ടാകും. പാത്തുമ്മ താത്തയുടെ മകൻ സുബൈറും കൽസുവും ജമീലത്തയുടെ മകൾ സെരീഫയും വിച്ചാളും പൂവിയും. പിന്നീട് കളിയുമാണ്, പൂരമാണ്. കുട്ടിയും കോലും സാറ്റും കളിയും, അമ്മയും അച്ഛനും കളിയും, ചോറും കറിയും വയ്ക്കലും. അങ്ങനെ നല്ല രസമാണ്. അതിനിടയിൽ എല്ലാ വിഷമങ്ങളും മറന്നു പോകുന്നു.